24-ന് അങ്ങനത്തെ ആരോപണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിലയിരുത്തുക. ഒരു വീട് കാണുമ്പോൾ നമുക്കറിയാലോ. ഇപ്പൊ ഒരാളൊരു മാരുതി സ്വിഫ്റ്റുമായി വരുന്നു, ആ ആള് പറയുന്നതിന് 50 ലക്ഷം രൂപയാവെന്ന് പറയുമ്പോൾ നമുക്കൊരു വിലയിരുത്തലില്ലേ? ആ വിലയിരുത്തൽ നിങ്ങൾ നടത്തും എന്നാണ് എനിക്ക് പറയുന്നത്. എല്ലാം ആശ്വാസമാണ് എന്നുള്ള പോയിന്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് കിട്ടുന്നത് അത്രയും അവർക്ക് ആശ്വാസമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ സാധാരണഗതിയിൽ വളരെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥ ശീലിച്ച മനുഷ്യന്മാരല്ല. അങ്ങ് ആലോചിച്ച് നോക്കൂ. അങ്ങേക്ക് അങ്ങനെ വരാതിരിക്കട്ടെ, എനിക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ വീടും നമ്മുടെ വസ്തുവും നമ്മുടെ സ്വത്തും നമ്മുടെ എല്ലാം നഷ്ടമാകേണ്ടി വരുന്നൊരവസ്ഥ അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ കാലിൽ കിടക്കുന്ന ഒരു ചെരുപ്പ് പോലും നമുക്ക് സ്വന്തമായി ഇല്ലാത്തൊരവസ്ഥയെ പറ്റി അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ആശ്വാസമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മാരുതി സ്വിഫ്റ്റിന് 50 ലക്ഷം രൂപയാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തി. അപ്പൊ അങ്ങേക്ക് അറിയില്ല എന്ന് പറ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് ഈ നാട്ടിൽ ആർക്കും അറിയാത്തതൊന്നുമല്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഞാൻ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിലും അതോടൊപ്പം തന്നെ നിരവധി ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകളെ അറിയുന്ന ഒരാളെന്ന നിലയിലുമാണ് പറയുന്നത്. അപ്പം ആ രൂപയ്ക്കുള്ള സർക്കാർ പറഞ്ഞിട്ടുള്ള ഇപ്പൊ 30 ലക്ഷമാണെങ്കിൽ 30 ലക്ഷം, 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷം, അതിനുള്ള വീടുണ്ടോ ഇല്ലയോ എന്ന് അല്ല, നമ്മൾ നാട്ടിൽ വീടൊക്കെ വെക്കുന്ന ആളാണല്ലോ. ഞാനൊരു ജനപ്രതിയായിട്ട് വീട് വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? അങ്ങ് പറയൂ, മഴ പെയ്യുന്നുണ്ടോ? എന്താ മറുപടി ഇല്ലാത്ത? അങ്ങ് ചോദ്യം മാത്രമേ അത്രേ ഉള്ളൂ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? അല്ല, ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? മഴയില്ലല്ലോ. അതങ്ങ് മനസ്സിലാക്കിയത് അങ്ങ് കാലാവസ്ഥ വിദഗ്ധനായതുകൊണ്ടല്ലോ. കോമൺ സെൻസ് അല്ലേ? അപ്പൊ അങ്ങേക്കൊരു ഒരു വീട്, ശരി, ഇപ്പോ ആ കാണുന്ന കെട്ടിടത്തിന് 5 കോടി രൂപയായി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുവാണോ? അപ്പൊ അങ്ങേക്ക് അറിയില്ല എന്ന് പറ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് ഈ നാട്ടിൽ ആർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഞാൻ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിലും അതോടൊപ്പം തന്നെ നിരവധി ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകളെ അറിയുന്ന ഒരാളെന്ന നിലയിലുമാണ് പറയുന്നത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്, ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾക്ക്